ആമി ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി ശരിക്കും നല്ല ടേസ്റ്റ്, നല്ല മണമുണ്ടായിരുന്നു. ഞാൻ പാത്രം എടുത്തിട്ടുണ്ടെന്ന്. ഹായ് ഗൈസ്, നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി ബിരിയാണിയാണ്. അപ്പം തക്കാളി ബിരിയാണി എന്ന് പറയുമ്പം ആൾക്കാർ ചോദിക്കും തക്കാളി ചോറാണോ അല്ലെ ടൊമാറ്റോ റൈസ് ആണോ അതോ തക്കാളി സാധമാണോ? അങ്ങനെയൊന്നും അല്ല, തക്കാളി ബിരിയാണിയാണ്. എന്താ പറയുക, ഇനി ഞാൻ എടുക്കുന്നത് എന്തരിയാണ്? ബിരിയാണിയുടെ ആ വലിയ ചോറുള്ള നീളമുള്ള ചോറുള്ള അരിയാണ്. എനിക്ക് പറയാനുള്ളത്, ബിരിയാണിയുടെ വലിയ അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളവും, ആ ചെറിയ അരിയാണെങ്കിൽ 1.25 കപ്പ് വെള്ളവും മതി. അപ്പോൾ ഇത് ഒരുപാട് നേരമൊന്നും അരമണിക്കൂറൊന്നും കുതിർത്ത് വെക്കണ്ട. ഒരു 10 മിനിറ്റ് ഒന്ന് കഴുകിയിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി വയ്ക്കുക. കാരണം ബിരിയാണിയിൽ എപ്പോഴും വെള്ളം ഒരു പ്രശ്നമാണ്. അപ്പം ഞാനിതൊന്ന് കഴുകി നിരത്തി വെച്ചിട്ട് വരാം. നമ്മളൊരു 10 മിനിറ്റ് അരി വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇത്രയൊരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറിയ പീസസ് ആക്കി മിക്സിയുടെ ജാറിലേക്ക് ഇടുക. വെളുത്തുള്ളി, ഇത്രയും, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില. ഇതൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടെ മിക്സിയിൽ ചതച്ചതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ചതച്ചെടുക്കാൻ. കാരണം അല്ലെങ്കിൽ ഈ ബിരിയാണിയുടെ വെള്ളത്തിൻ്റെ പ്രശ്നമാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം, വെള്ളം ഒട്ടും ചേർക്കാതെ അത് ചതച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ഒരു കുക്കർ വെച്ചിട്ട് കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന്, അതൊക്കെ അവരവരുടെ ടേസ്റ്റിന് അനുസരിച്ചാട്ടോ, പിന്നെ നെയ്യൊക്കെ ചേർക്കുന്നത്. നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. മറ്റേ സാധാരണ ബിരിയാണിയിലൊക്കെ ചെയ്യുന്നത് പോലെ ഇതൊന്നും ചേർക്കുന്നില്ല. എന്താണ് ഓയിൽ, പകുതി നെയ്യും പകുതി മറ്റേ സൺഫ്ലവർ ഓയിലും ചേർക്കും. അങ്ങനെ ചേർക്കുന്നില്ല, നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നെയ്യ് നന്നായി ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1 സ്പൂൺ വലിയ ജീരകം, 1 സ്പൂൺ ചെറിയ ജീരകം, പിന്നെ ജാതിപത്രി, മറ്റേ എന്താണ് ആ പൂ പേര് മറന്നു, സ്റ്റാർ, അത്, പിന്നെ 4-5 ഗ്രാമ്പൂ, പട്ടയും ഏലക്കയും, ഒരു ചെറിയ കഷ്ണം പട്ടയും ഏലക്കയും, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് നന്നായി, പൊള്ളി, ജാതിപത്രി തെറിച്ച് വീണ് പൊള്ളി. അപ്പോൾ ഇതൊന്ന് മൂക്കുമ്പോൾ നമ്മൾ നേരത്തെ ആ മിക്സിയിൽ ചതച്ചില്ലേ, ആ സാധനങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇതും പൊട്ടോടെ ഈ പൊട്ടത്തില്ല, തീ കുറച്ച് തന്നെ വെക്കണം എപ്പോഴും. അല്ലെങ്കിൽ ഇതുപോലെ കഴിയുമ്പോൾ പൊള്ളാം. അല്ല, അതുകൊണ്ടല്ല, അടിയിൽ പിടിക്കുക. അതൊരു 1/2 സെക്കൻഡ്, 1/2 മിനിറ്റ് അതൊന്ന് വഴറ്റുക. അതൊരു 1/2 മിനിറ്റ് 1 മിനിറ്റ് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ പിന്നെ സവാള ചേർക്കണം. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം, ചെറിയ സവാളയാണെങ്കിൽ 4 എണ്ണം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അത് നല്ലപോലെ മറ്റേ ബിരിയാണിയുടെ കണക്ക് അങ്ങ് ബ്രൗൺ കളറാക്കണമെന്നില്ല. അങ്ങ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ അങ്ങ് കോരി എടുക്കുന്ന പാകമാക്കണമെന്നില്ല. എന്തായാലും ഞാൻ ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. നമ്മളിതിലേക്ക് എരിവിനായിട്ട് വേറെ ഒന്നും മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ചേർക്കണം. പിന്നെ നന്നായി വഴണ്ട് വരട്ടെ. പിന്നെ എന്നുള്ളത് പിന്നെ പറയാം. പിന്നെയും അടച്ചേക്കാം. ഇത് ഞാൻ നേരത്തെ ഇത് അരച്ച പാത്രമല്ലാതെ വൃത്തിയില്ലാത്തതുകൊണ്ടല്ല,
അത് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും അല്ല മിക്സ് ചെയ്യുന്ന അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 വലിയ തക്കാളിയാണേ. അതുകൊണ്ടാണ് 3 എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 4-5 നിങ്ങൾ എടുത്തോളൂ. ഇത് 3 വലിയ തക്കാളിയാണ്. ഇതിനകത്ത് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല, തൈരോ ഒന്നും ചേർക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നതെന്ന്. അപ്പോൾ എന്തിനാണ് ഇത് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഇത്തിരി നിറത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് ഒരു 1/2 സ്പൂണേ ഉള്ളൂ കേട്ടോ. അരച്ച് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കട്ടെ. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. എപ്പോഴും ഞാനത് പറയുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറയോ ചെയ്താൽ ബിരിയാണി കുളവാകും. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുക്കട്ടെ. ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് വന്നു. ഞാനങ്ങ് ഫ്രൈ പോലെ സാധാരണ ബിരിയാണിയുടെ കണക്ക് അങ്ങ് ഫ്രൈ പോലെ ആക്കുന്നില്ല. ഈ പാകമാകുമ്പോൾ ഉള്ളിയെല്ലാം വെന്ത് നല്ല ഇതായി. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ടൊമാറ്റോയും മറ്റേ കാശ്മീരി ചില്ലി മിക്സി ഇവിടെ ഇരിക്കട്ടെ. മിക്സി കഴുകി പോലും ഇപ്പോൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളത്തിൻ്റെ പ്രശ്നം ഞാൻ എപ്പോഴും പറയണ്ടല്ലോ. എനിക്ക് അബദ്ധം പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇതെങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളിയിൽ നിന്നുള്ള ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തക്കാളിയുടെ ആ ജ്യൂസ് വറ്റിച്ചെടുക്കണം. കാരണം നമ്മൾ അരിയിൽ വെള്ളം ചേർക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കൂടി പോകും. അപ്പോൾ ഒന്ന് ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് നന്നായി വഴറ്റണം. അപ്പോൾ തക്കാളിയുടെ ജലാംശം തുറന്ന് വെച്ചിട്ട് കഴിയുമ്പോൾ തക്കാളി അങ്ങ് വറ്റും. നമ്മുടെ തക്കാളിയുടെ ജ്യൂസ് എല്ലാം വറ്റി ഇതാ നമ്മൾ നെയ്യ് തെളിഞ്ഞു വന്നു. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം എല്ലാം വറ്റാനായിട്ട് മാറ്റി വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കുകയാണേ. അരിയെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാമായിട്ടൊന്ന് യോജിപ്പിക്കണം നല്ലതുപോലെ. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി ആണ് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. ഇപ്പം തീ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് അരിയുടെ, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോയാലോ വെച്ചിട്ട്. അരിയും കൂടെ ചേർക്കുമ്പോൾ അങ്ങ് ഡ്രൈ ആവുമല്ലോ, വെള്ളം ഒട്ടില്ല. അപ്പോൾ സിമ്മിൽ വയ്ക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓർമ്മയുണ്ടല്ലോ, 1 കപ്പ് ഇത് നീളമുള്ള അരി ആയതുകൊണ്ട്. അപ്പോൾ ആ വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ട് ഇതാ മിക്സി കഴുകാൻ പോലും ആ വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത്ര എടുത്തു. ഇനി ബാക്കി വെള്ളം ചേർത്തു. ഇനി തീയൊന്ന് കൂട്ടി വെച്ച് ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുന്നതിനും ഉണ്ടൊരു പ്രത്യേകത. ഉപ്പ് നമ്മൾ ചേർത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആ വെള്ളത്തിൽ ഉപ്പ് പാകമാണെങ്കിൽ ചോറിന് ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ വെള്ളത്തിന് കുറച്ച് ജാസ്തിയായി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോറിന് നന്നായിട്ട് ഉപ്പുണ്ടാവും. ഇത്തിരി ഉപ്പൂടെ ഞാൻ ചേർക്കട്ടെ. ബിരിയാണി ആർക്കാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? വാവയ്ക്ക്. വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. ആമിക്കോ? ആമിയുടെ ഇഷ്ടമൊന്നും അമ്മയ്ക്ക് അറിഞ്ഞൂടാ. ഇനി ഇത് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് വിസിലോടുകൂടി കുക്കർ അടയ്ക്കണം. അപ്പോൾ ഇനി തിള വരട്ടെ. നമ്മൾ തിള വരുമ്പം പിന്നെ തീ സിമ്മിലാക്കിക്കൊണ്ട് കുക്കർ വിസിലടക്കം വെച്ചിട്ട് തീ സിമ്മിലാക്കി 2 വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്ത് അപ്പോഴേ ആവി കളഞ്ഞ് പുറത്തെടുക്കണം. അപ്പം ഞാനിനി അതിന് ശേഷം കാണിക്കാം. 2 വിസിൽ പോയി. ഇപ്പോഴും ചൂടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് തുറന്ന് വയ്ക്കാം. ശരിയായിട്ടുണ്ട്. ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് തുറന്ന് വെക്കാം. അപ്പം ഈ കുഴഞ്ഞ രൂപം അങ്ങ് മാറും. ഞാനപ്പോൾ കാണിക്കാം. നമ്മുടെ ബിരിയാണി ഇതാ നല്ല ആവിയൊക്കെ പോയപ്പോൾ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 1 വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വിസിൽ വരാൻ താമസിച്ചു. അതുകൊണ്ട് ഞാൻ
ഒരു വിസിൽ വന്നപ്പോൾ അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ടാണ് ഇത് തുറന്നത്. ഞാനൊരു അറിവിലേക്ക് പറയാണ്. കാരണം വിസിലടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് 2 വിസിലിനാണല്ലോ സാധാരണ ഞാൻ എടുക്കുന്നത്. ഇന്നെന്തോ എൻ്റെ വിസിൽ വൈകി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബിരിയാണി വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, ബൈ. ഇതിന് കോംബോ ആയിട്ട് പപ്പടം മാത്രം മതി. പിന്നെ ഞാനിത് കഴിക്കില്ല, കീറ്റോ ഡയറ്റ് ആയതുകൊണ്ട്. അതായത് സലാഡ് ഉണ്ടാക്കി. സലാഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല പുളിയും എരിയും എല്ലാം ഉള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഇല്ല, ആമി ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി ശരിക്കും. നല്ല ടേസ്റ്റ്, നല്ല മണമുണ്ടായിരുന്നു. ഞാൻ പാത്രം എടുത്തിട്ടുണ്ടെന്ന്. ഹായ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ടാറ്റാ.